അപ്പൊ ഇതിനെ പറയാം മോങ്ങായിരിക്കണം നായയുടെ തലേ തേങ്ങ വീണു അറിയില്ലേ, ഇതാണ് ആ അവസ്ഥ. സോ ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം രാവിലെ 8:36. നമ്മൾ നേരെ ഇപ്പം അമ്മയെ കൊണ്ടാക്കണം ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ 57 കിലോമീറ്റർ ഓടി. 9380 കിലോമീറ്ററാണ് നമ്മൾ ടോട്ടൽ ഓടിയത്. 57 കിലോമീറ്റർ പെട്രോൾ അടിച്ചതിൻ്റെ ശേഷം ഓടി ഗൈസ്. ഇനി 230 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ 200 150 കഷ്ടി ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഫുൾ സ്റ്റാർട്ടിൻ്റെ ട്രിക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസമാണ് ഗൈസ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വെയിൽ റിഫ്ലക്ഷൻ അടിക്കുന്നത് കാണാണ്ടാവും. അപ്പോൾ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ അമ്മയെ കൊണ്ടാക്കിയിട്ട് വരാം ഗൈസ്. ഗൈസ് നമ്മളെ വീട്ടിലെത്തി. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വണ്ടി ഒന്ന് കഴുകണം ഗൈസ്. ഒന്ന് കഴുകി ശരിയാവുള്ളൂ. എന്നിട്ട് നമുക്ക് മറ്റേ വാട്ടർ പ്രൂഫിങ് ചെയ്യണം. ഐ മീൻ ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഗ്ലാസ്സിലുണ്ടാക്കും. എന്നാലേ പറ്റുള്ള ഗൈസ്. അയച്ചാൽ നല്ല മഴയെ തോന്നുന്നു വരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മളിപ്പോൾ വണ്ടി കഴിക്കുന്ന അവസ്ഥയാണ്. ഫുള്ള് വെള്ളമായി. ഗ്ലാസ്സൊക്കെ തുടച്ച് കാണാനുണ്ടാവും വാട്ടറിൻ്റെ. അപ്പോൾ ഇത് റെയിൻ റിപ്പലൻ്റ് പറഞ്ഞിട്ട് വാക്സ് പൂളിൻ്റെ ആണ് ഗൈസ്. ഫ്ലാഷ് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ വാക്സ് പൂളിൻ്റെ റെയിൻ റിപ്പലൻ്റ് പറഞ്ഞിട്ടൊരു ഇതാണ് ഫോർ എക്സ്റ്റീരിയർ ഗ്ലാസ് ഓൺലി. അപ്പോൾ ഒരു കാര്യം വൺ എക്സ്റ്റീരിയർ കാണിച്ചു തരാം. നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് ഈ സാധനം വെച്ചിട്ട് നമ്മുടെ മീൻ ഗ്ലാസും തുടയ്ക്കാം ഗൈസ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാം. ഫുൾ വാട്ടർ പ്രൂഫിക് എഫക്റ്റ്, അതായത് ഹൈഡ്രോഫോബിക് എഫക്റ്റാണ്. ദിവാളി ഗൈസ് നേരത്തെ 2-3 പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് ഇതിലൊന്നുമില്ല, കാണാണ്ടാവും. തുള്ളി പോലും ഇല്ല. പക്ഷെ ഇത്ര കഷ്ടമാണ് ഗൈസ്. എന്താ വേണം 30/8/2022 മേടിച്ചാണ് ഗൈസ്. അതായത് നമ്മൾ വണ്ടി മേടിച്ച സമയത്ത് മേടിച്ചതാണ്. 10 രൂപ കാര്യമാണ്. ഒരു പാട് പോലെ എന്തോ ഇവിടെ മനസ്സിലാക്കി പുറത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ചതിൻ്റെ സമയം 4:01. നമ്മളിപ്പോൾ അതാ അമ്മയെ കൊണ്ടുവരാൻ പോകണം ഗൈസ്. ഒരു മിനിറ്റ് തെറ്റായില്ലേ, മുട്ടിയൊക്കെ ഓടിപ്പടഞ്ഞ് പോലെ ചെയ്ത് അതാണ് ഈ കിതക്കണ്. ഓടി വന്നു ഗൈസ്. 4:01. അതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ചതിൻ്റെ വരാം. ഫൈനലി ശബരി എത്തി. ഇന്നാണ് നല്ല മഴയും കാർ ഒഴിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ കുറച്ചതിൻ്റെ വരാം. അപ്പോൾ ഇതിനെ പറയാം മോങ്ങായിരിക്കണം നായയുടെ തലേ തേങ്ങ വീണു അറിയില്ലേ, ഇതാണ് ആ അവസ്ഥ. ഞാൻ നീ കാണിച്ചു തരാം എന്താ അവസ്ഥ. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇല്ലേ മഴ കണ്ടില്ലേ, ഇന്നൊന്ന് വൃത്തിയാക്കിയൊന്ന് കഴുകിയതാണ്. എന്ത് ചെയ്യാനാ. ഞാനാ കണ്ടോ ഡാഷ്ബോർഡ് ക്ലീനർ മറ്റേ സാധനം വരെ മേടിച്ചു കൊടുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം മേടിച്ചു കൊടുന്നായിരുന്നു. വണ്ടി രാവിലെ വൃത്തിയാക്കി. ഞാൻ ഡാഷ്ബോർഡ് ഒന്ന് വൃത്തിയാക്കാൻ വെച്ചപ്പോഴേ ചളിയല്ല, ഈ മറ്റേ പൗഡർ എന്തോ വീണപ്പോൾ തുടച്ചപ്പോൾ അത് അങ്ങനെ ആയതാ, പാട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ ചെയ്യാം. ഇതൊക്കെ റെഡിയാക്കണ്ട വെച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പണി കിട്ടിയത്. നല്ല മഴ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം.